എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ സാധാരണ നമുക്ക് ഇപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ അവസാനം നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെ പറയാ? ഞാൻ ചെയ്തൊരു പ്രവൃത്തിയാണ് പറയുന്നത്. സോ നമുക്കറിയാം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹാവ് എന്ന് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ആയതുകൊണ്ടാണ് ഈ ഹാവ് വന്നിട്ടുള്ളത് അല്ലേ. ഐ ഹാവ് എന്താണ് ഉണ്ടാക്കിയത്? ജ്യൂസാണ്. അപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്, ഓൾറെഡി ചെയ്ത് വെച്ചൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് ദ ജ്യൂസ്. ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് ദ ജ്യൂസ്. ഞാൻ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഞാൻ കറിക്കുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കറിക്കുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ ചെയ്തൊരു പ്രവൃത്തിയാണ് അല്ലേ. അപ്പോൾ സവാള അരിയുക എന്നുള്ളത് നമുക്ക് ചോപ്പ്ഡ് എന്ന് പറയാം. I have chopped the onions. I have chopped the onions. ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ കറി, കറിക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ കറിക്കുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ചോപ്ഡ് ദ ഒനിയൻസ് അല്ലേ. സവാളകൾ, ഒനിയൻസ് ഫോർ ദ കറി. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചായക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെ പറയാ? ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെയാണ്. ഐ ഹാവ് പുട്ട് ദ വാട്ടർ അല്ലേ. ഞാൻ വെച്ചിട്ടുണ്ട്, വെക്കുക പുട്ടാണ്. അപ്പോൾ പുട്ടിൻ്റെ V3 എന്ന് പറയുന്നത് പുട്ട് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ. അപ്പം ഐ ഹാവ് പുട്ട് ദ വാട്ടർ, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ടു ബോയിൽ ഫോർ ടീ. ഐ ഹാവ് പുട്ട് ദ വാട്ടർ ടു ബോയിൽ ഫോർ ടീ. ചായക്കുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നമ്മളൊക്കെ കുതിർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കുതിർത്താൻ കേട്ടോ പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട് വെക്കും അല്ലേ, സോക്ക് ചെയ്ത് വെക്കും. അപ്പം ഞാൻ ഇങ്ങനെ പറയാണ്, ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണ് അരി വെള്ളത്തിലിട്ട് വെക്കുന്നത്? കുതിർത്താൻ അല്ലെങ്കിൽ കുതിർത്താൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? ഞാനാണ് ചെയ്തിട്ടുള്ളത്. എന്താ ചെയ്തിട്ടുള്ളത്? അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഐ ഹാവ് സോക്ക്ഡ് അല്ലേ. സോക്കാണ് നമ്മൾ കുതിർക്കുക എന്നുള്ളതിന് പറയുക. I have soaked the rice in water. I have soaked the rice in water. ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നമ്മളൊക്കെ പത്തിരി കറി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയുകയാണ്, ഞാൻ പത്തിരിക്കുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പത്തിരിക്കുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. അതായത് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാ പറയുക? അപ്പോൾ ഈ കുഴക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക? നീഡ് എന്നാണ് അല്ലേ. നീഡ്. അപ്പം അത് നമ്മൾ V3 ഫോം ആക്കുമ്പം നീഡഡ് എന്ന് വരും. ഐ ഹാവ് നീഡഡ് ദ ഡോ. ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊടിയാണ്. അപ്പോൾ പൊടി കുഴക്കുക എന്നുള്ളതിന് നീഡഡ് ഡോ എന്ന് പറയും. ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയാണ്. നീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴച്ചു എന്നാണ്. അപ്പം ഐ ഹാവ് നീഡഡ് ദ ഡോ ഫോർ പത്തിരി. ഈ പത്തിരിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. പത്തിരി, പൊറോട്ടക്ക് അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ പത്തിരിക്കുള്ള പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെ പറയും? ഞാനാണ് സബ്ജക്റ്റ്. ഐ ഹാവ് നീഡഡ് ദ ഡോ ഫോർ പത്തിരി. ഓക്കെ, നെക്സ്റ്റ്, ഇനി ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. പത്തിരിയൊന്നുമില്ല, ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പത്തിരി അല്ലാതെ പൊറോട്ട ഉണ്ടാക്കാൻ അതുപോലെ വേറെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൊടി കുഴച്ച് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് എന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഐ ഹാവ് നീഡഡ് ദ ഡോ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് വീട് വൃത്തിയാക്കാനുണ്ട്. എനിക്ക് വീട് വൃത്തിയാക്കാനുണ്ട്. എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വീട് വൃത്തിയാക്കാനുണ്ട്. ഇവിടെ എനിക്ക് വീട് വൃത്തിയാക്കാനുണ്ട് എന്ന് പറയുമ്പം എനിക്ക് വീട് വൃത്തിയാക്കണം എന്നുള്ള ആ ഒരു നിർബന്ധ ഘട്ടമാണ് പറയുന്നത്. സോ നമ്മളവിടെ ഹാവ് ടു യൂസ് ചെയ്ത് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഐ ഹാവ് ടു ക്ലീൻ ദ ഹൗസ്.
ഐ ഹാവ് ടു ക്ലീൻ ദ ഹൗസ്. എനിക്ക് വീട് വൃത്തിയാക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട് വൃത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹാവ് ടു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഹാവ് ടു ക്ലീൻ ദ ഹൗസ്. ഓക്കെ, നെക്സ്റ്റ്, അവൻ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരിക ബ്രിങ് ആണല്ലേ, അപ്പൊ അവനാണ് സബ്ജക്റ്റ്. ഹി ഹാസ് ബ്രോഡ് വെജിറ്റബിൾസ്. ഹി ഹാസ് ബ്രോഡ് വെജിറ്റബിൾസ്. അവൻ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ സ്നാക്കുകളൊക്കെ ഈവനിങ് ഉണ്ടാക്കുന്ന സമയമാണ് അല്ലെ. അപ്പോ ഞാൻ പറയാണ്, അവർ എന്നോട് സ്നാക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ സ്നാക്ക് ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് എന്താണ്? അവർ എന്നാണ്. ഈ സെന്റൻസ് എങ്ങനെയാ പറയാ? അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അവർ പറഞ്ഞതാണ് അല്ലേ, നമ്മോട് റിക്വസ്റ്റ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ടോൾഡ്, സെഡ് എന്നൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ആസ്ക്ഡ് യൂസ് ചെയ്ത് പറയാം. അപ്പോൾ they have asked me to make a snack. They have asked me to make a snack. അവർ സ്നാക്ക് ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൊതുവായിട്ട് ഒരുപാട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ആസ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുക എന്നാണ്, ടോൾഡ് അല്ലെങ്കിൽ സെഡ് ആണല്ലോ പറയുക എന്നുള്ളത്. അപ്പം ടോൾഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു റിക്വസ്റ്റ് രൂപത്തിൽ നമ്മോട് ഒരാളൊരു കാര്യം ഏൽപ്പിക്കുകയാണ്, അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ആസ്ക്ഡ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില സിറ്റുവേഷനിൽ പറയുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ്ക്ഡ് എന്ന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഇവിടെ ആരും ചോദിച്ചു എന്നുള്ള മീനിങ് അല്ല വരിക. ഇവിടെ ആസ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുക എന്നുള്ളതാണ്. അപ്പം ദേ ഹാവ് ആസ്ക്ഡ് മീ ടു മേക്ക് എ സ്നാക്ക്. ദേ ഹാവ് ആസ്ക്ഡ് മീ ടു മേക്ക് എ സ്നാക്ക്. അവർ എന്നോട് സ്നാക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഞങ്ങൾ സ്നാക്കിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സ്നാക്കിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളാണ് സബ്ജക്റ്റ്. വി ഹാവ് ബോട്ട് ദ ഇൻഗ്രീഡിയൻസ് ഫോർ ദ സ്നാക്ക്. വി ഹാവ് ബോട്ട് ദ ഇൻഗ്രീഡിയൻസ് ഫോർ ദ സ്നാക്ക്. ഞങ്ങൾ സ്നാക്കിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ എന്നാണ് അല്ലേ. അവർ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അവർ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെങ്ങനെ പറയാ? അവർ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അവർ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരാണ് സബ്ജക്റ്റ്. they have തന്നെയാണ്. they have started making the snack. അവർ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ ഓയിൽ എടുക്കുകയാണ്. ഞാൻ സ്നാക്ക് ഉണ്ടാക്കാൻ ഓയിൽ എടുക്കുകയാണ്. ഇവിടെ ഒരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് പറയുന്നത് അല്ലേ. ഞാൻ എടുക്കുകയാണ്. ടേക്കിംഗ് ഓയിൽ ടു മേക്ക് ദ സ്നാക്ക്. ഐ ആം ടേക്കിംഗ് ഓയിൽ. ഞാൻ ഓയിൽ എടുക്കുകയാണ്. എന്തിന്? ടു മേക്ക് ദ സ്നാക്ക്. സ്നാക്ക് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ഓയിൽ തീർന്നത് ഞാൻ അറിഞ്ഞില്ല എന്നെങ്ങനെയാ പറയാ? ഐ ഡിഡ്ന്റ് നോ ദ ഓയിൽ ഹാഡ് റൺ ഔട്ട്. ഹാഡ് റൺ ഔട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ ദ ഓയിൽ ഹാഡ് റൺ ഔട്ട്. ഓയിൽ തീർന്നത് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകളാണ്. എന്നാൽ അത് വളരെ യൂസ്ഫുൾ ആയ സെൻറ്റൻസുകളാണ് അല്ലേ. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഞാൻ പത്തിരിക്ക് വേണ്ടി പൊടി കുഴച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. മുമ്പൊരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പത്തിരിക്ക് വേണ്ടി പൊടി കുഴയ്ക്കുകയാണ്. ഞാൻ പത്തിരിക്ക് വേണ്ടി പൊടി കുഴയ്ക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തൊട്ട് മുമ്പ് ചെയ്ത് വെച്ചൊരു പ്രവൃത്തിയാണ്. പത്തിരിക്ക് വേണ്ടി പൊടി കുഴച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പത്തിരിക്ക് വേണ്ടി പൊടി കുഴക്കുകയാണ്. പൊടി കുഴക്കുക എന്നുള്ളതിന് നമുക്ക് വാക്ക് കിട്ടി അല്ലെ. കുഴക്കുക, പൊടി കുഴക്കുക എന്നുള്ളതിന് നമുക്കറിയാം നീഡ് എന്നാണ് അല്ലേ. അപ്പോൾ അത് പൊടി കുഴക്കുകയാണ്. ഞാൻ പത്തിരിക്കുള്ള പൊടി കുഴക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? ഞാൻ എന്ന് പറയാൻ നമുക്കറിയാം, ആണ് എന്ന് പറയാൻ നമുക്കറിയാം, കുഴക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നീഡ് എന്നാണ്. അപ്പം അത് നമ്മുടെ ഇസാറ വരുമ്പോൾ എന്താകും എന്നുള്ളതൊക്കെ നമുക്കറിയാം.
അപ്പോൾ ഞാൻ പത്തിരിക്കുള്ള പൊടിക്ക് എന്താ പറയാന്നും പഠിച്ചു കഴിഞ്ഞു. ഞാൻ പത്തിരിക്കുള്ള പൊടി കുഴക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.